തന്ത്രസമുച്ചയത്തിലെ 114 ശ്ലോകങ്ങൾ കഴിഞ്ഞ് 115ാമത്തെ ശ്ലോകമാണ് നമുക്ക് പറയേണ്ടത്. അപ്പോ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ആയിട്ട് നമ്മൾ പഠിച്ചത് നിവേദ്യത്തിന്റെ ഇടയിൽ നിവേദ്യത്തിന്റെ വിഷയം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഹോമത്തിന്റെ വിശേഷമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗമാണ് ഇനി ഹോമിക്കൽ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. പ്രസന്നയജ്വാ പരിഷദ്ബലിം ച മന്ത്രി ഹുതാശേഥ സമീരണേ വാ ദ്വാരോപസന്നേ പ്രവിധായ ചാപാന്തോന്തർവിശേത് ദ്വാസ്ഥകൃതാഭ്യനുജ്ഞ. പ്രസന്നയജ്വാ പരിഷദ്ബലിം ച മന്ത്രി ഹുതാശേ അഥ സമീരണേ വാ ദ്വാരോപസന്നേ പ്രവിധായ ച ആപ അന്തഃ വിശേത് ദ്വാസ്ഥകൃതാഭ്യനുജ്ഞ. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ പ്രസന്നയജ്വാ എന്ന് പറഞ്ഞാല് പ്രസന്ന പൂജ ഉക്ത, പ്രസന്ന പൂജ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. പ്രസന്ന പൂജ ചെയ്തയാള് എന്നർത്ഥം. പ്രസന്ന പൂജ ചെയ്തതിന് ശേഷം ഇവിടുത്തെ പ്രസന്ന പൂജ ഹോമത്തിലെ പ്രസന്ന പൂജ ചെയ്തു കഴിഞ്ഞാൽ എന്നർത്ഥം. ഇഹ ഇവ വക്ഷ്യമാണ് രീതിയ പ്രസന്ന പൂജ ഉക്ത ലയാങ്കാനന്തരം പ്രണവേന. പ്രസന്ന യജ്വ അഗ്നൗ പ്രസന്ന പൂജാകൃത് മന്ത്രി. അഗ്നിയിൽ ഹോമാണല്ലോ, ആ ഹോമിക്കൽ കഴിഞ്ഞിട്ട് അവിടെ പ്രസന്ന പൂജ ചെയ്തു കഴിഞ്ഞാൽ മന്ത്രി ബലിമന്ത്രത്തെ അറിയുന്നയാളായിട്ടുള്ള മന്ത്രി എന്ന് പറഞ്ഞാൽ മന്ത്രത്തെ അറിയുന്നയാളാണ് മന്ത്രി. ബലിയുടെ മന്ത്രങ്ങളൊക്കെ അറിയുന്നയാൾ എന്നർത്ഥം. ഹുതാശൻ എന്ന് പറഞ്ഞാൽ ഹുതം അശ്നാദി, അഗ്നികോണിലോ. ആശ എന്ന് പറഞ്ഞാല് കോണ് എന്നൊരർത്ഥമുണ്ട്. ആണ് ഹുതാശേ. ഹുതം അശ്നാദീതി ഹുതാശ. ഹുതാശേ അങ്ങനെ ഒരർത്ഥം. ഹുതന്റെ ആശ എന്ന് പറഞ്ഞാല് രണ്ടർത്ഥമുണ്ട്. ഹുതം അശ്നാദീതി ഹുതാശനുണ്ട്. ഏതായാലും അഗ്നിയിൽ എന്നുള്ള അർത്ഥം ഹുതാശേ. അഗ്നിയിലോ അഥ സമീരണേവാ. സമീരണൻ എന്ന് പറഞ്ഞാല് ഈരണൻ, വായുവാണ്. അപ്പൊ സമീരണൻ എന്നൊക്കെ പറഞ്ഞാൽ വായു. അപ്പൊ വായുകോണിലോ എന്നർത്ഥം. വായുകോണിലോ. ദ്വാരോപസന്നേ ദ്വാരാഭ്യാസേ പരിഷത് ബലിം ച പ്രവിധായ. അപ്പോ എന്നിട്ട് ദ്വാരം ഒക്കെ അടച്ച് അവിടെ പരിഷത് ബലിയെ അഗ്നികോണിലോ അല്ലെങ്കിൽ വായുകോണിലോ ബലിയെ ചെയ്തിട്ട് പ്രവിധായ ച ആചാന്ത ചാചാന്ത എന്നാണ്, ആപ എന്നല്ല കേട്ടോ. ദ്വാരോപസന്നെ പ്രവിധായ ചാചാന്തോന്തർന്ന അങ്ങനെ ശരിയാ. അപ്പോ ആചാന്തൻ എന്ന് പറഞ്ഞാൽ ആചമിച്ച ആള് എന്നർത്ഥം. അന്തർവിശേത് ഉള്ളിലേക്ക് പോവുക. ദ്വാസ്ഥകൃതാഭ്യനുജ്ഞ, ദ്വാസ്ഥന്മാർക്കൊക്കെ വെള്ളം കൊടുത്തിട്ട് അവരുടെ അനുജ്ഞയോട് കൂടിയിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നർത്ഥം. ഇത്രയേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ, വലിയൊരു അർത്ഥമൊന്നുമില്ല. എന്നാലും നോക്കാം, വിവരണത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. പ്രസന്ന യജ്വാ ഇതി ഇഹൈവ വക്ഷ്യമാണ് രീതിയ പ്രസന്ന പൂജ ഉക്ത. സാധാരണ
പറയപ്പെട്ടതുപോലെ തന്നെ പ്രസന്ന പൂജയെ പറഞ്ഞു. ലയാങ്കാനന്തരം, ലയാങ്കം വരെ കഴിഞ്ഞാൽ നടത്താം. പ്രണവേന പീഠാവരണ വിലാപനപൂർവകം നിഷ്കളീകൃത്യ ഉദ്വാസനമപി കാര്യമിതി. അപ്പോൾ പിന്നെ അവസാനം ലയാങ്കം അടക്കം ചെയ്യണം. ലയാങ്കം ചെയ്തിട്ട് ഉദ്വസിക്കുകയും കൂടി വേണം നടത്താം. ലയാങ്കം എന്ന് പറഞ്ഞാൽ ദേവന്റെ അതാണ് നിഷ്കളീകൃത്യ ഉദ്വാസനമപി കാര്യമിതി. ദേവന്റെ ആ നിഷ്കളീകരണം, അതായത് അവസാനിയാർഘ്യം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയുള്ള വ്യാപകാന ഛന്ദസ്സിനൊക്കെയാണ് നിഷ്കളീകരണം എന്ന് പറയുന്നത്. അതും കൂടി ചെയ്തിട്ട് ഉദ്വാസനം അഭികാര്യം, ഉദ്വസിക്കുകയും കൂടി വേണം എന്ന് പറയാണ്. കുതാശേ അഥവാ സമീരണേ. അപ്പോൾ അവിടെ അഗ്നികോണിലോ വായുകോണിലോ എന്ന് പറഞ്ഞു. ദ്വാരോപസന്നേ മന്ത്രി പരിഷത് ബലിം പ്രവിധായ ഇതി അന്വയ. കുതശേഷണേ ഇതി ശേഷ. കുതാശനെ സമീരണേ ഇതി. അപ്പൊ അവിടെ അഗ്നികോണിലോ വായുകോണിലോ എന്ന് പറഞ്ഞു. അഷ്ടമൂർത്തിർ മധ്യേ അഗ്നേർ വായോശ്ച ഗ്രഹണം. ഇവിടെ അഷ്ടമൂർത്തിർ മധ്യേ അഗ്നേർ വായോശ്ച ഗ്രഹണം. അഗ്നിയെ എടുക്കാം, വായുവിനെ എടുക്കാം, രണ്ടും പതിവുണ്ട് എന്നർത്ഥം. തേന തത് പീഠികായാമിത്യപി ലഭ്യതേ. അതാത് കല്ലിന്റെ മുകളിൽ. ദ്വാരോപസന്ന ഇതി തത്ര നിയമാർത്ഥം മുക്തം. ഇതൊക്കെ അതിന്റെ നിയമം ആണ് എന്നുള്ള പറയപ്പെടുകയാണ്. പ്രാസാദദ്വാരസ്യ യോനയോരുപസന്ന സന്നിഹിത തസ്മിന്നിതി പ്രായികം ചെയ്തത്. അപ്പൊ അത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നട, അതായത് യോനി എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഇപ്പോ ധ്വജയോനി, വൃഷയോനി എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ അമ്പലത്തിന്റെ കണക്ക് പറയുന്ന സമയത്ത് വൃഷയോനി. അപ്പൊ അതിന്റെ അർത്ഥം കിഴക്കോട്ട് നട, തെക്കോട്ട് നട, പടിഞ്ഞാറോട്ട് നട, അങ്ങനെയുള്ള അർത്ഥങ്ങളാണ്. അപ്പൊ യോനയോരുപസന്ന, ആ ഏത് യോനിയാണോ അതിനനുസരിച്ച്. സന്നിഹിത തസ്മിന്നിതി പ്രായികം ചെയ്തത്. അത് മിക്കവാറും പറഞ്ഞോട് ഉറപ്പ് ആയിട്ട് പറയുന്നില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കാന്നർത്ഥം. പ്രത്യഗ്ദ്വാരേ അപി അഗ്നൗ ബലിവിധാനം സാമാന്യതോ ദൃശ്യതയിതി. ഇപ്പോൾ കിഴക്കോട്ട് നടയാണെങ്കിൽ അഗ്നികോണില് ബലി എന്നുള്ളത് സംശയമൊന്നുമില്ല, അങ്ങനെ തന്നെ വരും. പടിഞ്ഞാറോട്ട് നടയായാല് ചിലതിക്കില് പിന്നെ അവിടുന്ന് ഇറങ്ങിയ ഉടനെ വലതോട്ട് ഇറങ്ങിയാൽ അവിടെ വായുകോണാണ് വരുന്നത്. വായുകോണിൽ തൂകുന്ന പക്ഷമുണ്ട്. അപ്പൊ അങ്ങനെയല്ലാതെ പ്രത്യഗ്ദ്വാരേ അപി, പടിഞ്ഞാറോട്ട് നടയാണെങ്കിലും അഗ്നികോണിൽ തൂവുന്ന പക്ഷമുണ്ട് എന്നർത്ഥം. പ്രായികം പ്രത്യഗ്ദ്വാരേ അപി. ബലിവിധാനം സാമാന്യതോ ദൃശ്യതേ ഇതി. ബലിവിധാനം സാമാന്യമായിട്ട് തന്നെ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ. മന്ത്രി ഇതി ബലിമന്ത്ര പ്രയോഗവിത് ഇതി ഉക്തം. മന്ത്രി എന്ന് പറഞ്ഞാൽ ബലിമന്ത്രത്തിന്റെ പ്രയോഗത്തെയൊക്കെ അറിയുന്നയാള് എന്നാണ് അർത്ഥം. തദുക്തം അനിലേവാനലേ പീഠേ ദ്വാരയോഗ്യം ബലിം ഹരേൽ അഗ്നയേ തേജോധിപതയേ ദേവമുഖായ രുദ്രപാരിഷദേ നമഃ. അനലേ പിന്നെ വായുകോണിലോ അഗ്നികോണിലോ പീഠേ, ആ പീഠത്തിങ്കൽ, അവിടെയുള്ള ബലിപീഠത്തിങ്കല് ദ്വാരയോഗ്യം ബലിം ഹരേത്, യോഗ്യമായിട്ടുള്ള രീതിയിൽ ബലിയെ കൊടുക്കണം. അഗ്നയേ തേജോധിപതയേ ദേവമുഖായ രുദ്രപാരിഷദേ നമഃ. അഗ്നയേ തേജോധിപതയേ രുദ്രപാരിഷദേ നമഃ. ത്രിവാരം പഞ്ചവാരം വാ ബലിം ദത്വാ അമുനാ ഹരേത്. 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ ആയിട്ട് ബലിയെ കൊടുത്തിട്ട് ഇതുകൊണ്ടും കൂടി കൊടുക്കണം എന്നർത്ഥം. ഓം നമോ രുദ്രപാരിഷദേഭ്യ സർവേഭ്യോ ഭൂതേഭ്യോ നമഃ ഇതി വായവേ ദേവാത്മനെ ഇത്യപി ദൃഷ്ടവ്യം. ഓരോരോ മന്ത്രവിശേഷങ്ങൾ പറയുകയാണ്. വായവേ ദേവാത്മനെ ഇത്യപി ദൃഷ്ടവ്യം, ഇങ്ങനെയും കാണണം. രുദ്രപദം വിഷ്ണുവാദിപദോപലക്ഷണം. രുദ്രൻ എന്നുള്ളതിന്റെ സ്ഥാനത്ത് വിഷ്ണുവാദികള്. ബലിപ്രകാരസ്തു ഉത്സവപടലേ ദൃഷ്ടവ്യ. ബലി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉത്സവപടലത്തിൽ പറയാൻ പോകുന്നുണ്ട്. അവിടെ നോക്കണം. അതായത് 9-ാം പടലത്തിലാണ് ഉത്സവം
ഒക്കെ പറഞ്ഞിട്ടുള്ളത് അവിടെയാണ് ഈ ബലി എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. പ്രോക്ഷ്യാരാധ്യ ഇത്യാദി. പ്രോക്ഷ്യാരാധ്യ വിഭാവ്യ തത്ര വസുപത്രാഭ്യസ്ഥിതാം ദേവത, അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. അതിനനുസരിച്ചാണ്, അതാണ് ബലി തൂകുന്ന ശ്ലോകം. അതിന്റെ ക്രമം പറയുന്ന ശ്ലോകം അതാണ്. രുദ്രപാരിഷദേഭ്യ ഇത്യവം മന്ത്രാത്മന മന്ത്രാംനാത് തസ്മിന്നേവ പീഠേ അയം ബലിർ ന പാർശ്വമണ്ഡല ഇത്യവസീയതേ. സതി സംഭവേ പൂജാംഗതയാ ബ്രാഹ്മണ ഭോജനമപി ശക്തിക ഇഷ്യതേ. ഈ ബലിക്ക് പുറമെ പൂജാംഗതയാ, പൂജയുടെ എണ്ണമായിട്ട് തന്നെ ബ്രാഹ്മണ ഭോജനമപി ശക്തിക ഇഷ്യതേ, ബ്രാഹ്മണ ഭോജനവും കൂടി ശക്തിക്കനുസരിച്ച് ചെയ്യാം പറയപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. രുദ്രമൂർത്തിമയാൻ വിപ്രാൻ ഭോജയേത് ഘൃതപായസം ഇത് ചോക്തം. രുദ്രമൂർത്തിമയന്മാരായിട്ടുള്ള വിപ്രന്മാരെ ഘൃതപായസം ഭോജയേത്, നെയ്പായസം കൊടുക്കണം. നെയ്യ് ചേർത്തിട്ടുള്ള പായസം, അതാണ് നെയ്പായസം. രുദ്രമൂർത്തി ഗ്രഹണം തത്തത് ദ്വാദശമൂർത്തിയാദി ഉപലക്ഷണം. രുദ്രമൂർത്തിയുടെ സ്ഥാനത്ത് അതാത് മൂർത്തികളെ എടുക്കണം. പുനഃ പ്രണാമാവപ്യുപചാരേണ മൂലേന വാ ഉചിതവും. പ്രദക്ഷിണ പ്രണാമൗ അപി ഉപചാരേണ മൂലേന വാ ഉചിതവും. പ്രദക്ഷിണം, പ്രണാമം ഇതൊക്കെ ഉപചാരം കൊണ്ടോ മൂലം കൊണ്ടോ പറയപ്പെട്ടു. അതാണ് ഉചിതം എന്ന്. അത പ്രദക്ഷിണീകൃത്യ പ്രണമേ ദണ്ഡവത് പ്രദക്ഷിണം ചെയ്തിട്ട് ദണ്ഡവത് ക്ഷിതൗ പ്രണമേത്, നമസ്കരിക്കുക. ഇതി ആചാന്ത ഇതി ബലികരണാത് ആചമനം ഏതത്, ബലി ചെയ്തത് കൊണ്ടാണ് ആചമനം ചെയ്യുന്നത്. ദ്വാസ്ഥകൃതാഭ്യനുജ്ഞോ അന്തർവിഷേദ് ഇതി അന്വയ. ദ്വാസ്ഥകൃത അഭ്യനുജ്ഞ, ദ്വാസ്ഥന്മാർക്ക് ഓട് അഭ്യനുജ്ഞനായിട്ട്, അവരോട് അനുജ്ഞ വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നതിന്റെ ഉദ്ദേശമാണ് അവിടെ പറഞ്ഞത്. കടക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കുന്നതിന്റെ എന്തിനാണ്, അത് ആണ് പറഞ്ഞത് ശരിക്കും അനുജ്ഞയാണ് എന്ന്. അന്തർവിഷേദ്, ഉള്ളിലേക്ക് പ്രവേശിക്കണം എന്ന് അർത്ഥം. വായുബീജേന ദ്വാരോദ്ഘാടനം ഭവതി, വായുബീജം ചൊല്ലിയിട്ടാണ് ദ്വാരം തുറക്കുക എന്ന് പറയപ്പെട്ടു. വായുബീജം എന്ന് പറഞ്ഞാല് യം വായുവാത്മന അല്ലെ, യം എന്നുള്ളതാണ് വായുബീജം. ആ വായുബീജം ചൊല്ലിയിട്ട് ഈ ദ്വാരം തുറക്കണം എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ സാധാരണ നിലയ്ക്കുള്ളതിലൊക്കെ അങ്ങനെ കാര്യമായിട്ട് കാണാറില്ല. പക്ഷെ വിശേഷമായിട്ടുള്ള ഇതിനൊക്കെയാണ് കൂടുതലും ഈ മന്ത്രം ചൊല്ലിയിട്ടൊക്കെ കാണാറ്. പക്ഷെ പഴയ കാലത്ത് ഇപ്പോൾ ഇതേപോലെയൊക്കെ നിയമം ഉണ്ടാകുമായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാര്യമായിട്ട് പിന്നെ നിവേദ്യത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹോമം, ആ ഹോമത്തിൽ ഹോമിച്ച് പ്രസന്ന പൂജയൊക്കെ കഴിഞ്ഞ് അതിന്റെ നിഷ്കൃതി കഴിഞ്ഞ് പിന്നെ ഉദ്വസിച്ച് അതിന് ശേഷമാണ് പിന്നെ അഗ്നികോണിലോ അല്ലെങ്കിൽ വായുകോണിലോ ആ കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് അങ്ങനെയുള്ള നട അനുസരിച്ച് ചെയ്യുന്ന ഒരു പക്ഷം, എങ്ങോട്ട് നടയായാലും അഗ്നികോണിൽ തന്നെ തൂവുക എന്നുള്ള പക്ഷം, അങ്ങനെ പക്ഷങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് അത് ഏതാണോ അതിനനുസരിച്ച് ചെയ്തിട്ട് പിന്നെ കാല് കഴുകി ആചമിച്ച്, അപ്പം മണ്ഡപത്തിലുള്ള ജപം വേറെ വേണം. അതൊക്കെ കഴിഞ്ഞ് ദ്വാസ്ഥന്മാരോട് കാല് കഴുകി ആചമിക്കുക ഒക്കെ കഴിഞ്ഞിട്ട് ദ്വാസ്ഥന്മാർക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഉള്ളിലേക്ക് ചെല്ലുക എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ വാതിൽ തുറക്കാൻ വായുബീജം,
വേണമെങ്കിൽ എടുക്കാം. അത് വേണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പതിവ് ഉണ്ടായിരിക്കണം. പ്രസന്ന യജ്വ എന്ന് പറഞ്ഞാൽ പ്രസന്ന പൂജയെ ചെയ്തയാള് എന്നർത്ഥം. പരിഷത് ബലിം, പരിഷത്തുക്കൾക്ക് ഉള്ള ബലിയാണ് പരിഷത് ബലി. മന്ത്രി, മന്ത്രത്തെ അറിയുന്നയാളാണ് മന്ത്രി. ഹുതാശൻ എന്ന് പറഞ്ഞാല് അഗ്നികോണ്. ഹുതാശേ അഥ അനന്തരം സമീരണേ വായുകോണ് വാ. ദ്വാരോപസന്നേ പ്രവിധായ ദ്വാരങ്ങൾ ഉപസന്നമായിട്ട്. പ്രവിധായ ച ആചാന്ത ആചമനം ചെയ്തിട്ട് അന്തർവിശേഷ ഉള്ളിലേക്ക് ചെല്ലണം. ദ്വാസ്ഥകൃതാഭ്യനുജ്ഞ ദ്വാസ്ഥകൃത ദ്വാസ്ഥന്മാരോട് ചെയ്തതായ അനുജ്ഞയോടുകൂടി എന്നർത്ഥം. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് തോന്നുന്നു. പ്രസന്ന യജ്വാ പരിഷത് ബലിം ച മന്ത്രീഹുതാശേഥ സമീരണേവ ദ്വാരോപസന്നേ പ്രവിധായ ചാചാന്തോന്തർവിശേത് ദ്വാസ്ഥകൃതാഭ്യനുജ്ഞ. രാജൻ, കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? നമസ്കാരം. ഇത് പിന്നെ വായുകോണിലാണെങ്കിൽ വായവേ പ്രാണാധിപതേ വിഷ്ണു പാരിഷതേ നമ എന്ന് പങ്കെടുക്കേണ്ടി വരില്ലേ? അത് വേണം. അതെ, വായു അതാണ് ഇവിടെ മന്ത്ര. ശരിയാണ്. അതാണ് ഈ മന്ത്രി എന്ന് പറയാനുള്ള കാരണം. നമ്മളിപ്പം പറഞ്ഞതില് ഈ അഗ്നികോണിലോ വായുകോണിലോ തൂക എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ അവിടെ എവിടെയായാലും അതാത് ദിക്കിലുള്ള മന്ത്രങ്ങൾ അറിയുന്ന ആള് ആയിരിക്കണം എന്നർത്ഥം. ശരിയാണ്. ബലിമന്ത്ര പ്രയോഗവിത്ത് മന്ത്രി ഇതി ബലിമന്ത്ര പ്രയോഗവിത് ഇതി യുക്തം. ദേവമുഖായ അല്ലേ, ദേവമുഖായ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അഗ്നയേ ദേവമുഖായ അതല്ല. അഗ്നയെ തേജോധിപതയെ ദേവമുഖായ രുദ്രപാരിഷമാന്നില്ലേ രാജൻ? അതിനനുസരിച്ച വിശേഷണ പദം അവിടെ ചേർക്കേണ്ടി വരില്ലേ? വേണം. സാമാന്യപ്പോ നമ്മള് അഗ്നേയതേജോധിപതേ വായു പ്രാണാധിപതേ എന്നല്ലേ എടുക്കാറുള്ളൂ. അത്രേ ഉള്ളൂ. ആ ദേവമുഖായ എന്നുള്ളത് ആ ദേവമുഖമായിട്ട് രുദ്രപാരിഷത എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അത് ശ്ലോകമായത് കൊണ്ട് അങ്ങനെ വന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോ ദേവമുഖത്തിനനുസരിച്ച് രുദ്രപാരിഷതേ നമ ഇത്യാദി എന്ന് നമുക്ക് എടുക്കേണ്ടി വരും. അതെ. ഇപ്പൊ ഈ വായവേ പ്രാണായ സർവപ്രാണായാതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണേ ചേർക്കായിരിക്കും അല്ലേ? അതെ. ത്രിവാരം പഞ്ചവാരം എന്ന് പറഞ്ഞുകൊണ്ട് 5 പ്രാവശ്യം തന്നെ ഹോമിച്ചിട്ട് തൂവിയിട്ട് പിന്നെ ഈ ഒരു മന്ത്രവും കൂടി വിശേഷമായിട്ട് പറയുന്നതല്ലേ? ഈ സർവാക്ഷരേഭ്യോ അതിന്റെ മന്ത്രം തന്നെ ആയിരിക്കും ഈ പറഞ്ഞിട്ടുണ്ടാവുക. അത് കുറച്ച് വിശദമായിട്ട് ഇതിൽ വന്നു എന്നല്ലേ ഉള്ളൂ. നമ്മളിപ്പോ ചെയ്യുന്നതില് തത്തന്മന്ത്രം കൊണ്ടും തൽപാരിഷത്ത് കൊണ്ടും എന്ന് പറഞ്ഞതിൽ ആ തൽപാരിഷത്ത് കൊണ്ട് വരുന്ന മന്ത്രം തന്നെയാണ് ഈ ഓം നമോ രുദ്രപാരിഷതേഭ്യോ സർവേഭ്യോ ഭൂതേഭ്യോ നമ എന്ന് കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? അങ്ങനെയല്ലേ സാധ്യത? അതെ. വായവേ അതാത് ദേവാത്മനെ ഇത്യഭിദ്രഷ്ടവ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. വായവേ ആ ദേവാത്മനെ മന്ത്രവിശേഷം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ അഗ്നിയുടെ സ്ഥാനത്ത് വായവേ ദേവാത്മനെ ഇത്യഭിദ്രഷ്ടവ്യം എന്നും എടുക്കണം എന്ന്. അവിടെ ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ? അതാണ്. അതെ, ഞാൻ കുറച്ച് വൈകിയാ കയറിയത്. അപ്പൊ അതിന് മുമ്പ് പറഞ്ഞിരുന്നു. ഇല്ല, അത് പറഞ്ഞായിട്ട് തോന്നിയില്ല. അന്ന് വായിച്ചങ്ങ് പോയതേ ഉള്ളൂ. അതിൽ വേറെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? റെക്കോർഡിംഗ് ഓഫ് ചെയ്യല്ലേ? ഓ ആയിക്കോട്ടെ.